ശാശ്വതമായി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് എല്ലാവരും 100% ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒന്നെന്ത്? 100% ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ത്? പറയാമോ ആർക്കെങ്കിലും? 100% ആളുകൾ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണം, വേണ്ടെന്ന് ചോദിച്ചാൽ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാമോ? ഏത് പാർട്ടിക്കാരനും അങ്ങനെ പറയൂ, ഏത് മതക്കാരനും അങ്ങനെ പറയൂ, ഏത് ജാതിക്കാരനും അങ്ങനെ പറയൂ, ഏത് തന്ത്രിയും ഏത് മന്ത്രിയും ഏത് പൂജാരിയും അങ്ങനെ പറയൂ, ഏത് കോടതിയിലുള്ളവനും അതേ പറയൂ. എന്താണെന്നറിയാം? ഇഷ്ടമുള്ളത് സുഖം, ഇഷ്ടമില്ലാത്തത് ദുഃഖം. എന്ത് വിഡ്ഢികളാണ് നമ്മൾ! സുഖം ഇഷ്ടമുള്ളതാണെങ്കിൽ സുഖം മാത്രം നിങ്ങൾ അനുഭവിച്ചാൽ പോരെ. എന്തിനാ നിങ്ങൾ ദുഃഖം സ്വീകരിക്കുന്നത്? ദുഃഖം ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയുക? അവിടെയാണ് വേണ്ടാത്തത് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, വേണമെന്നുള്ളത് മാത്രം സ്വീകരിക്കാനും കഴിയുന്നില്ല. ഇതെങ്ങനെ കഴിയും എന്ന് പഠിപ്പിച്ച ഒരു വലിയ ശാസ്ത്രമാണ് സനാതന ധർമ്മം. ഇന്നോട്ടെങ്കിലും നമ്മൾ ആലോചിച്ചൂടെ? ദുഃഖമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതുവരെ ദുഃഖിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്. അപ്പൊ മനുഷ്യനായി ജനിച്ചവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ധർമ്മം, ഈശ്വരനായി മാറുക എന്നുള്ളതാണ്. മനുഷ്യജന്മത്തിന്റെ പ്രയാണം ഈശ്വരത്വത്തിൽ മാത്രം എത്തിച്ചേരേണ്ടതും അവിടെ മാത്രം പൂർണ്ണമാകേണ്ടതും അവിടെ മാത്രം അവസാനിക്കേണ്ടതുമാണ്. നമ്മൾ എവിടെയാണ് ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ദിശയിലേക്കാണ് നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് വിദ്യാഭ്യാസമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അല്പമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ടോ? എൻ്റെ മകൻ ഒരു ഡോക്ടറാകണം, നല്ലൊരു ഡോക്ടറാകണം എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ മകൻ നല്ലൊരു മനുഷ്യനാകണം എന്ന് ചിന്തിക്കുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട്? ഉണ്ടോ? ഹ്യൂമൻ വാല്യൂസ്, മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഇവരെ ഡോക്ടറെയും എഞ്ചിനീയറെയും IPS-നെയും IAS-നെയും മന്ത്രിയെയും തന്ത്രിയെയും വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ ഈ മതം മാറിപ്പോയില്ലേ?